എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ഉള്ളത് മേട്ടുപ്പാളയത്ത് നിന്ന് ഒരു 10-25 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ അന്ന് ഇന്നൊരു കിടില സ്ഥലത്തോട്ട് പോവാണ്. ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. ഞങ്ങള് ഇത്രയും നാളും വിചാരിച്ച നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു ഈ സംഭവം എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ വീഡിയോ പോണം എപ്പോഴും ലീവ് പറയായിരുന്നു. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്നലെയാണ് അഭിരാമി ഇറങ്ങണം ഞങ്ങൾക്ക് മനസ്സിലായത്. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേര് ആദിയോഗി. ഗൈസ് നോക്കൂ, കോയമ്പത്തൂർ ആദിയോഗിയിലാണ് നമ്മൾ ഇന്ന്. ആദിയോഗി എന്ന് വെച്ചിട്ടുണ്ട് വലിയൊരു ശിവൻ ടെമ്പിളിന്റെ. അതായത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരുവാണ്. എന്റെ വണ്ടിയിലുണ്ട്. അതായത് എനിക്ക് ഈ വണ്ടി തന്ന പത്തനംതിട്ടക്കാരൻ ഈ വണ്ടി വെച്ചിട്ടുണ്ട്, ഈ കാണുന്ന ശിവന്റെ ഈ ഒരു സംഭവം. അപ്പം നമ്മൾ ഈ ഞങ്ങൾ ഊരിയിട്ടില്ല. അപ്പൊ ഞങ്ങള് അങ്ങോട്ടാണ് പോകുന്നത്. മൈക്കിള് ഈ കാണുന്ന ഈ വഴി കൂടിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഈ കാണുന്ന വഴി കൂടിയാണ് പോകുന്നത്. നമ്മൾ സത്യം പറയാലോ, നമ്മൾ ഇത് നോക്കണം, ഇത് പിങ്ക് ബസ്, ഇത് ലേഡീസിനോട്. അതല്ലടാ, നീ അതിന്റെ മിററിൽ കണ്ടോ? നീ എന്തായാലും കണ്ടോ? ഞാൻ കണ്ടു. റൂഫിംഗ് ഷീറ്റ് മിററിൽ മറിച്ചിട്ടൊക്കെ റൂഫിംഗ് ഷീറ്റാ ആണോ? പിങ്ക് ബസ് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞോട്ടെ, പിങ്ക് ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടില് ലേഡീസിന് ഇത്ര കിലോമീറ്റർ വരെ നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. അതേപോലെ കർണാടകയിലും ഉണ്ട്, അതേപോലെ ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. ആധാർ കാർഡ് മസ്റ്റ് ആണ്. നമുക്ക് വേറെ സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഈ തമിഴ്നാട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഇതിലൊക്കെയാണ് മേലെ കൂടെയൊക്കെ വരുന്നത് വണ്ടി അല്ലേ? ബീഹാർ, തമിഴ്നാട് ഈ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ നാട്ടിലേക്കാളും തേങ്ങ കൂടുതലുള്ള തെങ്ങും അതുപോലെ തന്നെ കവുങ്ങും ഇഷ്ടം പോലെ മണ്ടപോയ തെങ്ങുണ്ട് ഇവിടെ. തേങ്ങാപിടുത്തം കണ്ടോ? ഇവന് ഇഷ്ടം പോലെ ഉണ്ടോ. നമ്മൾ വരുന്ന വഴിക്കണ്ടല്ലേ വലിയ വലിയ പിന്നെ കവുങ്ങും പാടങ്ങളൊക്കെ. എങ്ങനെയുണ്ട് മമ്മി? ഇങ്ങോട്ടായില്ലേ കൃഷികൾ മൊത്തം? ഗൈസ് നോക്കി, ഇങ്ങോട്ടായിട്ടോ കൃഷി. അമ്മ രണ്ട് വാക്ക് ഇതിനെ കുറിച്ച് എന്താണ് അമ്മ പറയുന്നത്? അമ്മ രണ്ട് വാക്ക് പറഞ്ഞു ഇതിനെ കുറിച്ച്. രണ്ട് വാക്ക് നല്ല സ്ഥലമാണ്, നല്ല മനോഹരമാണ്. മമ്മീനെ മറ്റേ സ്കൂളിൽ മറ്റേ കഥാപ്രസംഗം പറഞ്ഞിട്ട് ടീച്ചർ പറയുന്നു പറഞ്ഞാണ്. കൈസ് എന്തായാലും ഫൈനലി ഞങ്ങൾ ഈ വഴിയാണ് പോകുന്നത്. മൈക്കിളെ അങ്ങോട്ട് പോകുന്നത്. രണ്ട് വാക്ക് പറ. അതെ, അടിക്കുവാ. ഉമ്മ. മൈക്കിളെ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? വെള്ളം പിടിക്കുന്ന നോക്കിയേ. നമ്മൾ പോകുന്ന ആദിയോഗിയിലേക്കാണ്. ആദിയോഗി നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ കൊടൈക്കനാലിൽ പോകും. അപ്രോക്സിമേറ്റ് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കൊടൈക്കനാൽ എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പം ഞങ്ങൾ നേരെ കൊടൈക്കനാലിലാണ്. ഏകദേശം 300 കിലോമീറ്റർ കണ്ട് ഓടാൻ 265 സംതിങ് ഉള്ളെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം ആദിയോഗി കണ്ടുമാണ് ഞങ്ങൾ പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആദിയോഗിയിലേക്ക് പോവാണ്. രാവിലെ പോവുകയാണെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല. ഉച്ച കഴിഞ്ഞൊക്കെയാണ് നല്ല രീതിയിൽ തിരക്കായിരിക്കും. അപ്പം നമുക്ക് നേരെ പോകാം. രണ്ട് വഴിയുണ്ട്. അതിൽ ഇങ്ങോട്ട് ടേൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നടന്ന് കണ്ടുവരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് ബേക്കിൽ എത്താൻ പറ്റും. ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോവാം. ആദ്യത്തെ ടേണിൽ ഒരിക്കലും തിരിയരുത്. അത് ബസ് പോകുന്ന റോഡാന്ന് പറഞ്ഞത് അല്ലേ? ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് വണ്ടി കയറാം. പോവാം. കമാൻ ഗൈസ് നോക്കൂ, നമ്മളെല്ലാവരും നേരെ വണ്ടി കയറും കേട്ടോ. സബ്സ്ക്രൈബ് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് കണ്ടു. ഹായ് ഗൈസ്, പുള്ളി പാലക്കാടുകാരൻ ഇവിടെ സെറ്റിലാണ്. നേരത്തെ നമ്മളൊരു എഞ്ചിനീയറിനെ കണ്ടു. ഓക്കെ ടാറ്റാ ഗൈസ്. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. ഈ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഏതാണ്ട് ആഗ്രഹിച്ചു മോഷിച്ചിരുന്ന സ്ഥലം ഇങ്ങോട്ട് പോകണം അല്ലേ? 19 കിലോമീറ്റർ ഉള്ളു അങ്ങോട്ട് പോകാൻ വേണ്ടി. മൈക്കിൾ ഇതെവിടെ സ്ഥലം പിടിച്ചു. എന്നാടാ? എല്ലാരും അടിക്കോ? എന്റെ കല്ലി നോക്കിക്കേ, ഉപദ്രവിക്കോ. കമ്മൽ എന്റെ ചെവി പറഞ്ഞു പോവും. ഇതിന് ഇത്ര കലി? എന്തൊരു കലിയാന്ന് നോക്കിയാക്ക. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് ഈ കാണുന്ന വഴി കൂടെ നേരെ പോവാം. അപ്പൻ പിന്നെ നേരെ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയതാണ്. മൂത്രം ഒഴിച്ചിട്ട് അപ്പൻ തിരിച്ചു. അപ്പനൊരു ശങ്ക ഉണ്ടായിരുന്നു, ശങ്കം മാറി. അപ്പന്റെ ശങ്ക മാറി. അപ്പ മൂത്രശങ്ക, അപ്പന്റെ മൂത്രശങ്ക മാറി. അപ്പം കയറി. ഗൈസ് അതിനാ ബേക്ക് മൊത്തം ചെടിയാണ്. മമ്മി അവിടെ ഉണ്ട്. മമ്മി ഹായ്. ഗൈസ് നോക്കൂ, ഞങ്ങൾ എല്ലാരും കൂടെ നേരെ രണ്ടു വാക്ക്. ഗൈസ് നമ്മൾ എന്തായാലും നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. മൈക്കിൾ എന്നെ കാണിക്കുന്നത് അതിനാ? ഗൈസ് എന്തായാലും ഞങ്ങളിതേ ഇവിടുന്നാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. അപ്രോക്സിമേറ്റ് നമ്മൾ വന്ന അവിടുന്ന് 56 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഓടിച്ചു. ഗൈസ് ഇന്നലെ നിന്ന ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്തു. എത്ര മണിക്ക് നമ്മൾ വെക്കേറ്റ് ചെയ്തു?
7-8 മണിയായപ്പോൾ വെക്കേറ്റ് ചെയ്ത് വലിയ അബദ്ധമായി പോയി ഹോട്ടല്. ഇവര് നഷ്ടമായി പോട്ടോ. അതിൽ സൂപ്പർ പൈസക്ക് കിട്ടിയ ഹോട്ടലിൽ കിട്ടുമായിരുന്നു. എന്റെ ദൈവം, IAS നിനക്ക് തോന്നൂലായിരുന്നു. വെറുതെ പരാജയമായി. തമിഴ്നാടിന്റെ ഒക്കെ ഉണ്ടല്ലോ ടൗണുകൾ എന്ത് നീറ്റ് വൃത്തിയാണ്. നമ്മള് 3 വർഷമൊക്കെ വരാൻ നേരത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. മൊത്തത്തിൽ മാറിപ്പോയി. എല്ലാം അടിച്ചു വാരി നീറ്റാക്കി. ഒരു പ്ലാസ്റ്റിക്കോ ഒരു കുപ്പിയോ ഒരു തേങ്ങയോ മാങ്ങയോ ഒന്നുമില്ല കേട്ടോ. എന്തൊരു വൃത്തിയാന്ന് നോക്കിയേ. ഒരു കടയിൽ പോയാൽ തന്നെ ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ കൂടുതൽ അവർക്ക് മടിയാ. എന്നടാ മൈക്കിളാ നീ കാണിക്കുന്നത്? ഗൈസ് നല്ല വൃത്തിയാട്ടോ, എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയാണ്. ഇനി ഇവർ ഈ ബസ്സും കൂടെ ഒന്ന് മാറ്റിയെടുത്തത്. എനിക്ക് ബസ്സിന്റെ അവസ്ഥ വളരെ ശോചനീയം. ഇവിടെ 2 തരം ബസ്സുണ്ട്, പഴയതും ഉണ്ട് പുതിയതും ഉണ്ട്. ഇവരുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ വണ്ടി പൊളിച്ചിട്ട് പുതിയ ബോഡി കിട്ടും. ഇതോ ഗൈസ് നോക്ക്, ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി പരാജയം. പിന്നെ ബൈക്കുകാരൻ ശ്രദ്ധിക്കണം. വേറെ ഒന്നും ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലടാ ലിപിയ? ഇവിടെ എന്ത് പിടിച്ചാലും 100 രൂപ കൊടുത്താൽ മതി. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സംഭവം വെറ്റില. നമ്മുടെ നാട്ടിലൊക്കെ മുറുക്കുന്ന ആൾക്കാർ വളരെ കുറഞ്ഞില്ലേ അപ്പേ? മുറുക്കുന്ന ആൾക്കാർ ഗണ്യമായിട്ട് കുറഞ്ഞില്ലേ അപ്പേ? ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട് മുറുക്കുന്ന ആൾക്കാർ. മുറുക്കി കഴിഞ്ഞാൽ പല്ലിന് സ്ട്രോങ് ആണെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ചില ആൾക്കാർ തന്നെ മുറുക്കി കഴിഞ്ഞാൽ പല്ലിന് അഴുക്കാന്നാ പറയുന്നത്. ആണോ? അത് കാരണം ഞാൻ രണ്ടും ചെയ്യുന്നില്ല. പോകുന്ന വഴിക്കുണ്ടല്ലോ അങ്ങ് മേളിൽ കാണുന്ന മൗണ്ടൻസിന്റെ ഒക്കെ അവിടെ കണ്ടോ നല്ല ഫോഗ്. അത് ഫുൾ ഊട്ടിയുടെ ഭാഗമായിട്ട് ഇതുണ്ട്. എനിക്ക് തോന്നി ഇന്നലെ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നതെന്ന് എനിക്ക് തോന്നിയവനെ. അല്ലേ? മല കണ്ടാൽ അത് ഊട്ടിയാണ് അല്ലേ? തമിഴ്നാടിന്റെ തനതായ ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെ ഇടപെടുന്ന പഴയ കടകളൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് വെക്കടാ. പഴയ കടകള്, DMKയുടെ പോസ്റ്ററുകള്. ഇവന് വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ എല്ലാ മതിലുകളിൽ പരസ്യം ഉണ്ടാവും. ഇതൊക്കെ പഴയ സൈസ് ഇല്ലം പോലത്തെ വീടുകള്. എന്ത് രസമല്ലേ ഇതിനെ കാണാൻ വേണ്ടി? കീട്ടിലും വീടുകൾ കേട്ടത് ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇത് നോക്കിയേ, ഇത് പഴയ മറ്റേ കൗണ്ടർമാരുടെ വീടുകളൊക്കെ. നീ പറഞ്ഞ പോലെ കൗണ്ടർമാർ തന്നെ വീട് കേട്ടോ. എന്റെ ദൈവമേ നോക്കിയേ, നല്ല രസം കേട്ടോ. ഈ പോകുന്ന റൂട്ട് അടിപൊളിയാ. പക്ഷേ ടുഡേ ക്ലൈമറ്റ് ഈസ് ക്ലൗഡി. Now is not good visibility. And you know, sky is no beautiful. And the sky is full black. Guys, നോക്കൂ, നിങ്ങൾക്ക് അറിയാവുന്ന മുറി ഇംഗ്ലീഷ് ആണെങ്കിലും ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് നാണം വരാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ലേൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലാതെ അവരെന്ത് പറയും ഇവരെന്ത് പറയും ചിരിക്കുക കളിയാക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. ഇത് ആശുപത്രിയാന്ന് തോന്നുന്നല്ലേ? This is hospital. വേറെ എന്തോ തോന്നുന്നോടാ. This is full വേലി. എലിയോ? വേലി. ഗൈസ്, നമ്മുടെ നാട്ടിലെ പോലെ ഹരിതകർമ്മസേനയാന്ന് തോന്നുന്നു ഇവിടുത്തെ. പ്ലാസ്റ്റിക് കളക്ഷനാ. എന്താ എഴുതിയിട്ടുണ്ട്? തമിഴിൽ എഴുതിയേക്കുന്നത്. അതെ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാ കേട്ടോ. ഇപ്പൊ നമ്മുടെ അവിടെ എല്ലാം സ്ട്രോങ് ആയി അല്ലടാ. ഫൈന പ്ലാസ്റ്റിക്കും മറ്റേ കുപ്പിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ നേരത്തെ ഞാൻ 3000 രൂപ കൊടുത്തേ. അല്ലടി, അമ്മയ്ക്ക് ഞാൻ 3000 രൂപ യാത്ര ചെയ്യാൻ നേരത്ത് കൊടുത്തു. 3500 രൂപ. അമ്മ വിചാരിച്ച അമ്മയ്ക്കാന്ന്. വഴിയിൽ മൊത്തം മേടിച്ചടിച്ച് അമ്മ ഇപ്പൊ കരയുവാ. വാ ഈ ഗ്ലാസ് ഇവിടെ നല്ല കിടിലം കരിക്ക് ഉണ്ട്. പപ്പ ഇതാ പപ്പ നല്ല. എനിക്കിത് മതി. എനിക്കോ? ലിപിക്കാതാ? എനിക്കിത് ഇതാണോ ഇപ്പൊ നല്ല? ഇതന്നെ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞേ. കാമ്പില്ല, വെള്ളം മാത്രം. ഇത് കാമ്പുള്ളതോ? ഉമ്പിപ്പോയപ്പ വെള്ളം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ ചേട്ടാ. ഇത് വേണ്ട, നല്ല വെള്ളമാണോ? ലിപിൻ പറഞ്ഞ ഇതാ കേട്ടോ. അത് അടിപൊളി. പപ്പേ അതായിരുന്നു നല്ലത്. അത് തേങ്ങ അടിപൊളി. വെള്ളം മാത്രം കുടിങ്ക അടിപൊളി. എങ്ങനെയുണ്ടാ? നല്ല ഇருக்கு. എങ്ങനെയുണ്ട്? ഇപ്പൊ ഇറക്കാൻ പറ്റുമോ? അത് വെള്ളം മറിച്ചു കളഞ്ഞ അപ്പൻ. അതിനാ കൊള്ളൂല. നല്ല സൂപ്പർ ഗൗരവക്കാരനാട്ടോ ആളിറങ്ങി. കൊണ്ടോയില്ലല്ലോ നമ്മളെ. അമ്പോ ഇതെന്നാ കാമ്പ് இருக்கா? എനിക്ക് இந்த மாதிரி காம்புள்ள கொடுங்க. உங்களுக்கு என்ன வேணும்? தமிழத்தி காம்புள்ளது வேணுமா? உங்களுக்கு என்ன வேணும்? உங்களுக்கு വെള്ളം. തണ്ണി തണ്ണി എന്ന് പറഞ്ഞ ഇവിടെ 2 ദിവസം തണ്ണിയുണ്ട്. പട്ടം മേടിച്ചേരട്ടെ. മൈക്കിളിനുള്ള ഞങ്ങൾ ഈ കുപ്പിയിലാക്കി കേട്ടോ. മൈക്കിളിന് കൊടുത്താൽ വരാം. ഇപ്പം തന്നെ കഴിക്കുമെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് തേങ്ങ കിട്ടുമല്ലോ. ആ തേങ്ങ ഇത് ബോക്സിലാക്കി വെക്കാം കേട്ടോ. ഇത് നല്ല ഇളം കരിക്കാവപ്പേ. അതറിയാം ലിബിയുടെയാ? അല്ല എൻ്റെ മറ്റേ സാധനം. നിന്റെ സാധനം? മമ്മി തന്നെ ഇത് ഇങ്ങനെ പിടിച്ചേക്കുന്നേ? അതിന് വേണ്ടിയാ. മൈക്കിളിന് കൊടുത്തോ? കുടിക്കുന്നുണ്ടോ? എന്തിയടി ആ ദയനീയ നോട്ടം നോക്കിയ പുള്ളിയിലെ? അവന്റെ നോട്ടം നോക്കിയടി. കഴിക്കാതാ.
ഇല്ലെന്നേ പുള്ളീനെ കേട്ടോ നോക്കുന്ന മൊത്തം. ഇതിപ്പോ ആദ്യം കൊടുത്താൽ നമ്മൾ കുടിച്ചാനേ, ഇതിപ്പോ അവസാനമല്ല കൊടുത്തേ, അതാണ് പ്രശ്നം. അപ്പൊ ഗൈസ് ഞങ്ങൾ പാർക്കിങ്ങിനുള്ള സ്ഥലം കണ്ടുപിടിക്കും അല്ലേ ഇവനെ? വളരെ പൈസ കുറവ് കേട്ടോ, എത്രയാ? 30 രൂപ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിടാൻ. ഇത് കൊള്ളാലോ, മോഡേൺ ടെക്നോളജി ആണല്ലോ. ടോള് പോലെയല്ലേ? നമ്മുടെ ടോളിൽ പൈസ ഉണ്ടല്ലോ, ടോള് കട്ടാവുന്നേ, ഫാസ്റ്റാഗ് കട്ടാവും. ഓ അമ്മ ടോളാ ഇത്, ഫാസ്റ്റാഗ് കട്ടാവും. ഫാസ്റ്റാഗ് നമ്മുടെ പൈസ ഉണ്ട്. ഇല്ലേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ലിബി വാഹനമെല്ലാം അടഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പോയതാട്ടോ. എല്ലാവരും കൂടെ നേരെ നടക്കുവാണ് അതിയോഗി കാണാൻ വേണ്ടി. ഓ സന്തോഷം നോക്കിയേ, മൈക്കിളിന്റെ സന്തോഷമായോ? നടക്കണം ഇവനെ. ഗൈസ് നോക്കൂ, മൈക്കിളിന് നല്ല സന്തോഷമായിട്ടോ. എന്തിനു ചെരുപ്പ് വരുന്നത് ഇട്ടു കൊടുക്കുക. ഗൈസ് നോക്കൂ, നല്ല കിടിലൻ ചെരുപ്പ്. ഞങ്ങൾ നാളെ മഞ്ഞ ഷർട്ട്, മഞ്ഞ നിക്കറ് എല്ലാം മഞ്ഞ ആക്കാൻ വേണ്ടി പോവാം. ഗൈസ് ഇവന് മഞ്ഞയോടാണ് താല്പര്യം, അപ്പം മഞ്ഞ ബോൾ മേടിച്ചു കൊടുത്തു. ഗൈസ് നോക്കൂ, അങ്ങനെയാണ് ഇവന്റെ കാര്യങ്ങൾ. ഇതേ പോകുന്നു, നടക്കുമല്ലോ കേട്ടോ, ആൾ ഓടുക. നമ്മളീ പോകുന്ന സ്ഥലത്തിന്റെ തൊട്ടിപ്പുറത്തെ കാഴ്ച നോക്കിയ ഫുള്ള് ഗ്രീനറിയും ഒരു പ്രത്യേക ഫീലിംഗ് അല്ലേ. ഏറ്റവും നല്ല എനിക്ക് ഇതിന്റെ അത് ഇഷ്ടപ്പെട്ട എന്താ ഇത് സ്ട്രേറ്റ് നോക്കിയേ, കവുങ്ങ് നിൽക്കുന്ന നോക്കിയേ, അത് നട്ടവരെ സമ്മതിക്കണം കേട്ടോ. ഗൈസ് നോക്കി, ഇങ്ങനെ അട്ടി വെച്ച പോലെ കവുങ്ങ് നിൽക്കട്ടെ, എന്തൊരു ഫ്രെയിമാന്ന് നോക്കിയേ. പച്ചപ്പ് എന്ന് വെച്ചാൽ അന്യായ പച്ചപ്പ്. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ശിവന്റെ തൊട്ട് ബേക്കിലെത്തി കേട്ടോ, കറക്റ്റ് ബേക്കിലാണ്. ഇവിടുന്ന് അപ്പുറത്തു നിന്നാണ് കേട്ടോ വ്യൂ, ഇവിടെ നല്ല കറക്റ്റ് വ്യൂ. അപ്പുറത്തെ വശത്തു നിന്നാണ് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടുന്ന് ശിവന്റെ കറക്റ്റ് ബേക്ക് വശം. എന്നാ വലുപ്പം. നമുക്ക് അറിയുന്ന ചേട്ടനെ കിട്ടിയതായിരുന്നല്ലേ, അല്ല നമ്മൾ അപ്പുറം പാർക്ക് ചെയ്യും നടന്നു വരേണ്ടത്. ലിബിനെ, നമ്മൾ മറ്റേ ഇവിടെ പോയില്ലായിരുന്നോ, മറ്റേ ഗുജറാത്തില്? അതിന്റെ പേരെന്നായിരുന്നു അവരാമേ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിന്റെ വേറൊരു രീതിയിലുള്ള ഫീലിംഗ് ആട്ടോ. അതായത് ഇതൊന്നും അത്യാവശ്യം പൊക്കമുണ്ട്, പക്ഷെ അതിൻ്റെ അത്ര പൊക്കമില്ല. ഇത് വേറൊരു രീതിയിലുള്ള സെറ്റപ്പാണ്, അത് വേറൊരു രീതിയിലുള്ള സെറ്റപ്പാണ്. ഇത് ശിവന്റെ മുഖഭാഗം അല്ലേടി അല്ലേ, നെഞ്ചിൻ്റെ അവിടുന്ന് മേലോട്ടാട്ടോ. ഓ എന്നാ വലുപ്പമെന്ന് നോക്കിയേ. എൻ്റെ ദൈവമേ, ക്ലൈമറ്റും കൂടെ കിടലിനായിരുന്നു, തകർത്താൻ. മൈക്കിൾ നടന്നു വരുന്ന നോക്കിയേ, സന്തോഷമാ. അപ്പൊ ആൾക്ക് ഭയങ്കര സന്തോഷമാട്ടോ. കാറ്റടിക്കുന്നതന്നെയാണോ? കഷണ്ടി തലയൊക്കെ പൊങ്ങി. ഗൈസ് നോക്കൂ, ആള് സർക്കസ് ആട്ടോ. ഞങ്ങൾ ഇതിന്റെ എൻട്രി എവിടെ നിന്നാന്നുള്ളത് നോക്കട്ടെ. സന്തോഷം അല്ലേ? ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ പോയിട്ട് ഇതിന്റെ എൻട്രി കണ്ടുപിടിക്കണം. ഏത് ഭാഗത്തു നിന്നാണ് എൻട്രി എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇവിടുന്ന് ഒരു കീട്ടിലും വ്യൂ ആട്ടോ. ഈ സെയിം സാധനം നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. ഓ മൈക്കിളാ, അവനെ ഇറക്കി വിടറി, അവൻ നടക്കട്ടെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവനൊന്ന് വിടാൻ പറ്റത്തുള്ളൂ. അഭിരാമി, അവനെ ഇറക്കി വിടറി. എന്നാലും സമ്മതിക്കുമല്ലോ ഒന്ന് മടുത്തെന്നുള്ളത്. ആ കല്ലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി. മൈക്കിളെ, കുസൃതി ഒന്നും പാടില്ല. നിന്നെ ഞങ്ങൾ അത്ര ചിട്ടയായിട്ടല്ലേ വളർത്തിയിരിക്കുന്നത്. പപ്പ അങ്ങ് ഫ്രണ്ടിലേക്ക് എത്തിട്ടോ, ഞങ്ങളും പോട്ടെ. പപ്പ അതിലേ കയറിയോ? പപ്പേ അവിടെയാണ് എൻട്രൻസ്. പപ്പ അതിലേ കയറിയേ. പപ്പ വളഞ്ഞ വഴിയായിട്ട് കയറി, അതിലേ കയറാൻ വഴിയുണ്ട്. എന്നാലും പപ്പ കയറുന്നത് വളഞ്ഞ വഴി കൂടെയാണ്. ഞങ്ങൾ നേരെ വഴി കൂടെ കേട്ടെ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാത ഉണ്ട്, അതിൽ നമുക്ക് അങ്ങോട്ട് കയറാം. വാ, നടന്നു വാ മൈക്കിളെ, വാ. അടുത്തോ അത് ഇരിക്കുന്നു. അവിടെ വണ്ടി ഇട്ടു, ഇതിലേ നടന്നു. ഈ കാണുന്ന ഇതിലെ ഞങ്ങൾ നടന്ന് ഞങ്ങളങ്ങനെ കറക്റ്റ് ശിവന്റെ പ്രതിമയുടെ അവിടെ എത്തി. ഇവിടുന്ന് ഇനിയും കുറച്ചുകൂടെ നടക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. എന്നടാ മടുത്തോ? ഗൈസ് നോക്കൂ, ഒരു പ്രത്യേക ഫീലിങ്, കിടില ലുക്ക് കേട്ടോ. ഇതൊരു രസം കാണാൻ വേണ്ടി. ഇത് നോക്കിയപ്പേ, കമ്മല് നോക്കിയേ, എന്തോ വലിയ ഉരുക്കുകൊണ്ട് ഉണ്ടാക്കിയിട്ടാക്കുന്ന കേട്ടോ. കമ്മല് നോക്കിയോടാ. ഇവനെ കമ്മല് മാത്രമല്ല, മാല നോക്കി. അതെന്തോ വലിയ വടം പോലെ ആക്കി വെച്ചേക്കുന്നത്. ഗൈസ് നോക്കി, എന്തോ വടം പോലത്തെ സെറ്റപ്പ് ആട്ടോ. മാല എന്നോ വലുപ്പമെന്നറിയോ, നമ്മളൊന്നും അതിന്റെ ഫ്രണ്ടിൽ ചെന്ന ഒന്നും അല്ല കേട്ടോ. അതായത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ ആ സ്റ്റാച്ചു ചെന്നല്ലോ, അവിടെ ചെന്നപ്പോ ഞാൻ ചെറുതായിരിക്കുന്നു, അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അതിന്റെ പൊട്ട് പോലും ഇല്ലായിരുന്നു. സത്യം കേട്ടോ. പപ്പ നേരത്തെ എന്നോട് പറഞ്ഞു കേട്ടോ, ഇത് ഫുള്ളും മലയിൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കൊടുക്കുന്നു കേട്ടോ. നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിന്റെ അങ്ങേയറ്റോ. അതായത് ഫുള്ള് പർവ്വതം, അതിന്റെ ഇടയ്ക്ക് സ്റ്റാച്ചു. എവിടുന്ന് നോക്കിയാലും ഈ സ്റ്റാച്ചു കാണാൻ വേണ്ടി പറ്റും. ഗൈസ് നോക്കി, ഇതുപോലെ കീട്ടിലും ഫ്രെയിം ആട്ടോ. ഏത് വശത്തോട്ട് നോക്കാൻ നേരത്തും മൈക്കിൾ എന്നെ കാണിക്കുന്നത്. എന്നെ മമ്മീന്ന് ചോദിച്ചാൽ അത് പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന മമ്മി. അതിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുമായിരിക്കും, അതായിരിക്കും സംഭവം. വേറൊരു കാര്യം ശ്രദ്ധിച്ചവനെ, എന്നാടാ ഒരു പ്ലാസ്റ്റിക്കും കൊണ്ട് കൊട്ട ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പ്ലാസ്റ്റിക് അല്ല മമ്മി, ഇതുകൊണ്ട് നമ്മുടെ അടുത്ത് റബ്ബർ കൊട്ട, അതുകൊണ്ട് ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന നോക്കി. എനിക്ക് തോന്നുന്നത് ടയറില്ലേ, ടയർ ബാക്കി വരുന്നത് അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഗൈസ് നോക്കൂ, ഫൈനലി പപ്പ ഇവിടെ ഉണ്ട്. പപ്പ ഇങ്ങനെ നോക്കിക്കോട്ടോ. പപ്പ
വെളുപ്പം എങ്ങനെയുണ്ട്? നല്ല കീടിലം കാലാവസ്ഥയായിരുന്നു, കുറച്ചും കൂടെ കീടിലം ലുക്ക് കിട്ടാൻ കേട്ടോ. മൈക്കിളങ്ങ് പോയടാ, മൈക്കിളങ്ങ് പോയിട്ടോ. നല്ല രസമായിരിക്കും. എനിക്ക് തോന്നുന്നു അപ്പം അതിൻ്റെ അടിയിൽ അമ്പലം വന്നു തോന്നുന്നു. അല്ല പപ്പ പറഞ്ഞ ശരി കേട്ടോ, ഇവിടെ പൂജ നടക്കുന്നുണ്ട് കേട്ടോ. ശരിയാ, ഇവിടെ പൂജ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ശിവഭഗവാന്റെ ഏറ്റവും വലിയ സ്തൂപം സ്റ്റാച്ചു അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. നിനക്ക് ആണോടാ? അതെ ഇതിനെ കുറിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് കുറെ ഗൂഗിൾ ചെയ്ത് നോക്കിയതാ. അന്നപ്പം പറയുന്നത് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്തൂപം എന്നാ പറയുന്നത്. ഇത് ഇരുമ്പോണ്ട് പണിതാണോ വന്നേ? ഇതെന്താണ്? ആയിരിക്കും. അതെ, ഇരുമ്പായത് ഇവിടെ ഫുള്ള് പിന്നെ ശൂലം കേട്ടോ. ഓ എവിടെ രുദ്രാശോ? ഇതിനെന്നാ പറയുക? രുദ്രാശം പറയുന്നത്? രുദ്രാക്ഷം. അത് തന്നെ, രുദ്രാക്ഷം കൊണ്ട് പണിത മാലയാ, പണിതാക്കുന്ന മാലയത്. ഓ ഗൈസ്, ഈ കാണുന്ന ഫുള്ള് രുദ്രാക്ഷം കൊണ്ട് പണിത മാലകളാട്ടോ. എന്നാ വെളുപ്പോ എൻ്റെ അമ്മ. ആ കമ്മല് നോക്കിക്കടാ ലിബിനെ, നമ്മുടെ എത്രയെങ്ങാനും ഉണ്ടല്ലേ കമ്മല്. എന്നാ വെളുപ്പോ. അത് ആടുന്നുണ്ട് കാറ്റത്ത് കേട്ടോ, അത് ആടുന്നുണ്ട്. എന്തൊരു വെളുപ്പമെന്നറിയോ. അതിൻ്റെ ചുറ്റും നടന്ന് കാണും കേട്ടോ. നോക്കിയേ, ഇവിടെ നേരെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല കിടിലം വ്യൂ, നല്ല സെറ്റപ്പ് കേട്ടോ, നല്ല കിടിലം സ്ഥലം. ഈ സ്ഥലമില്ലേ പ്രത്യേക ഭംഗിയാ ഇവിടെ കാണാൻ. പീസ്ഫുൾ ഏരിയ ആണ്, അത് ഫുള്ള് പച്ചപ്പാണ്. അങ്ങനെയാണ് നടക്കുക. നേരെ എതിർവശത്തോടെ നടക്കണമെന്ന് അവരാമ്മ പറഞ്ഞേ. അപ്പം നേരെ എതിരെ നടക്കാം. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാം. പപ്പ ഇപ്പം കയറി വന്നു കേട്ടോ. പപ്പ ഇത് രുദ്രാക്ഷമാലയാ പപ്പേ, സാധാ മാലയല്ല. ഈ കാണുന്ന ഇഷ്ടം പോലെ രാജസ്ഥാനികളുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യക്കാരാണ് ഇവിടെ കൂടുതൽ. വെളുപ്പോ പപ്പേ, വെളുപ്പം നോക്കിയാ പപ്പേ, എന്നാ വെളുപ്പോ. പ്രത്യേകത ഉണ്ട് ഇതിന്. നമ്മൾ അവിടെ കണ്ട സ്തൂപില്ലേ, അതെന്ന് വെച്ചാൽ ബാക്ക് സൈഡ് അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിന്റെ ബാക്ക് സൈഡ് അത്ര കവറായിട്ടുള്ള ഫുൾ ഫിനിഷ് ആട്ടോ. ഇത് എന്ത് മെറ്റീരിയലാണ്? ഇത് കമ്പി. അപ്പൊ ഇതിന് ശൂലൊന്നല്ലേ പറയുന്നത്? ശൂലല്ലേ അഭിരാമി? അപാര കാറ്റാട്ടോ, എന്റെ പൊന്നെ. നല്ല കാറ്റ്, എന്നാ കാറ്റാന്ന് നോക്കിയേ. ഇത്രയും മലയുടെ താഴ്വാരല്ലേ, പെട്ടെന്ന് കാറ്റടിക്കും. നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ. എന്നാ എങ്ങോട്ടാ പോകുന്നേ? ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്ത നോക്കണം. ഇത് എങ്ങോട്ടാ പോകുന്നത്? ചവിട്ടണം. മുഖമൊക്കെ ചുമന്നടാ കാറ്റടിച്ചിട്ട്. തളന്നു ആവേശം കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടി. കൊച്ചിന്റെ മുഖം മാത്രം കറക്കുന്നതിനാണോ? ഇതൊക്കെ രണ്ട് കൊച്ചുങ്ങൾ ബേക്ക് കറുത്തു പോയി. ഇതൊരു കൊച്ച്, ഇത് ആൺകൊച്ച്, ഇത് പെൺകൊച്ച്. രണ്ട് കൊച്ചും കൂടെ എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവാ? അടുത്ത് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? അടുത്ത് എങ്ങോട്ട് പോകുന്നത്? രാമേശ്വരം പോണോ, കന്യാകുമാരി പോണോ, കൊടൈക്കനാൽ പോണോ? കന്യാകുമാരി. ഇനി അടുത്ത് നമ്മൾ നേരെ കൊടൈക്കനാലിന് പോകുന്നു. വേളാങ്കണ്ണി പോണോ? അപ്പേ ആദ്യം നമ്മൾ കൊടൈക്കനാലിൽ പോകുന്നു. കൊടൈക്കനാലിൽ നമ്മൾ കന്യാകുമാരി, അവിടുന്ന് രാമേശ്വരം, വേളാങ്കണ്ണി. കമാൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓ, ഇവിടെ പശുക്കളെ വളർത്തുന്ന കാളയത്. ഇത് വളർത്തുകളാന്ന് തോന്നുന്നു. ഓ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു കാളനെ മേടിച്ച് വീട്ടിൽ വളർത്തണം എന്നുള്ളത്. ഞാൻ മേടിക്കും. ഓ, ഇത് വലിയ കാളകളാണ് കേട്ടോ, കിടിലം കാള. ഇവിടെ ഇഷ്ടം പോലെ ബാത്റൂം ഫെസിലിറ്റി, അതുപോലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഞങ്ങൾ തിരിച്ചു പോകാം. നേർച്ചയെങ്ങാണ്ട് വെക്കുന്ന കാളയത് ആയിരിക്കോട്ടെ ഇവനെ. പപ്പേ ഇത് നോക്കിയാ, അതിന്റെ മറ്റേ കൊമ്പേന്ന് കാലേ കെട്ടിയാക്കുന്ന നോക്കിയേ. ഓടായിരിക്കാൻ കൊമ്പേന്ന് കാലയിലേക്ക് കെട്ടിട്ടേ. ബുള്ള് ഭയങ്കര ഡേഞ്ചർ ആവനെ. ഉമ്മാർ ചില സമയത്ത് നമ്മളെ കുത്തു. ഇത് മൈക്കിളിന് ഏറ്റവും പേടിയുള്ളതാണ് ആന. ഇതൊക്കെ കാളപ്പയറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമില്ലേ, അത് ഈ ബുള്ളിനെ കൊണ്ട് ആക്കുന്നത്. അതാണോ? ഈ ബുള്ള അത് ആയിരിക്കും. ഇവിടെ അത് ഉണ്ടല്ലോ അല്ലേ, നല്ല രീതിയിൽ തിരിയുന്നില്ല. അതെ. പപ്പ ഇവിടെ മറ്റേ ഇതില്ലേ, കാളയോട്ടം. ശരിയല്ലേ ലിബി പറഞ്ഞു? ഞാനത് ഓർത്തില്ല കേട്ടോ. ലിബി പറഞ്ഞപ്പോഴാണ് ഞാൻ ഭയങ്കര സ്പണ്ടനും കുടത്തിനും എൻസൈക്ലോപീഡിയ പിന്നെ എൻസൈക്ലോപീഡിയക്ക് മേളിൽ പിന്നെ മറ്റേ പഠിത്തവും എല്ലാം ഉള്ള ആളാ. പക്ഷെ എഴുതാനും വായിക്കാൻ അറിയത്തില്ല. എല്ലാം കൂടെ ദൈവം ഒരുമിച്ച് തരില്ലല്ലോ ഇവനെ. അതങ്ങനെ കേട്ടോ. ഞങ്ങൾക്ക് ബുദ്ധി ഭയങ്കര കൂടുതലാണ്, പക്ഷെ എഴുതാനും വായിക്കാൻ അറിയില്ല. അട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും ദൈവം കൊടുത്തില്ലല്ലോ. വിടടി അഭിരാമി, വിടടി. അവൻ നടക്കട്ടെ. അവനിപ്പോ വിളിച്ചു തുടങ്ങി കേട്ടോ. വിടടി അവനെ, വിടടി, നടക്കടാ. ഓ, ഇത് വയ്യ, ഇത് തൂങ്ങി. കാളനെ എടുത്തിട്ട് പോവാനിട്ട് സൂപ്പർ പിള്ളേർക്ക് മറ്റേ കളിപ്പാട്ടൊക്കെ മേടിച്ചു കൊടുക്കാതൊക്കെ നമ്മൾ പോകൂലേ.
ഇപ്പം ശരിക്കും ഒരു സാധനം പോയി കേട്ടോ, മൈക്ക് പോയി. കിട്ടി അവന് കാളേനെ വേണം. നമ്മൾ ഈ ഉത്സവപ്പറമ്പിലും പള്ളിപ്പെരുന്നാളൊക്കെ കൊണ്ടുപോയിട്ടേ നമ്മൾ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കുമ്പോൾ പിള്ളേർ കരയില്ല എന്ന് പറഞ്ഞല്ലോ, കാളയ്ക്ക് വേണ്ടി നോക്കിയാൽ പോകുന്നത്. വാ ബിരാമി എടി ഇല്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാശി കൂടും കേട്ടോ. ആളെടുത്തോട്ട് പോകണ്ട, അത് കുത്തിക്കഴിഞ്ഞ് ബാബാ നോക്കി മുഖം ഇരിക്കുന്ന 1.5 കൊട്ട കേട്ടോ. അമ്മാമ്മ അപ്പാപ്പ പപ്പ എല്ലാം വിളിച്ചു നോക്കി, കൊച്ചിനെ ആരും രക്ഷിച്ചില്ല കേട്ടോ, അങ്ങോട്ട് കൊണ്ടുപോയില്ല. വിഷമാണ്. വണ്ടി കയറുമ്പോൾ എല്ലാവരും മോൻ പൊത്തിയിരുന്നു. അടികൊള്ളല്ലേ? ഗൈസ് ഞങ്ങൾ ഫൈനലി ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഗൈസ് ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, പരമാവധി രാവിലെ വരിക. 8 മണിക്കാണ് തുറക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 8 മണിക്കല്ലേ ബിരാമി തുറക്കുന്നത്? 6 മണിക്ക് തുറക്കും. അപ്പോൾ ആ സമയങ്ങളിൽ ഒരു ഉച്ചയ്ക്ക് മുമ്പേ വരിക. കാരണം ഉച്ച കഴിഞ്ഞ് 6 മണിയാണ് ഇവിടുത്തെ ടൈം. ആ സമയത്ത് വരുവാ, ഇച്ചിരി നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നന്നായിട്ട് മൈക്ക് തലകുനിച്ച് പിടിച്ച് സംസാരിക്കുന്ന എന്നാലും നമ്മൾ ഇതാണല്ലോ ഇതിനെ. അതെ ഗൈസ് 39,000 രൂപയാണ് ഡിജയുടെ മൈക്കിന്. പിന്നെ DJ 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ സൈനൈസർ ഉണ്ട്, ബോയ ഉണ്ട്, ബോയ ഉണ്ട്, പിന്നെ അതേപോലെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. പക്ഷേ ഇതൊന്നും ആവശ്യത്തിന് ഉപകാരപ്പെട്ടില്ല. വെറും 15,000 രൂപയുടെ ഈ ഒരു സാധനം സത്യം പറഞ്ഞാൽ എന്നോട് അന്ന് എത്രയോ പേര് പറഞ്ഞത് ഇത് മേടിക്കാൻ. ഞങ്ങൾ ചൈന നോ. പക്ഷെ ഇതിനാണ് ഏറ്റവും നല്ല ബാസും. എന്നാ സംഭവം അറിയാമോ, ഞങ്ങളെ ചൈനയിലെ എത്ര വീഡിയോ 3 വീഡിയോ ആണ് മൈക്കാർ ഞങ്ങൾ ഇടാഞ്ഞത്. അതിന് നിന്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ മോളാണ്. ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നേരെ വണ്ടി എടുത്തു പോകുന്നു, വണ്ടി എടുക്കുന്നു. നമ്മൾ നേരെ എങ്ങോട്ടാ യാത്ര ചെയ്യുന്നത് നമുക്കിപ്പം പ്ലാൻ ചെയ്യാം. കാണുന്ന കുട്ടി ബസ്സില്ലേ, ഇത് തമിഴ്നാട്ടിൽ ബാൻ ചെയ്തു കേട്ടോ. ഇനി ഇതിപ്പോൾ നിർമ്മിക്കാൻ പറ്റൂല, പക്ഷെ ഉള്ളതൊക്കെ ഇട്ട് ഓടിക്കാം. അല്ല വേറെ 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപയൊക്കെ ഈ വണ്ടി ഇവിടെ വിൽക്കുന്നത്. കാരണം അത്ര ഡിമാൻഡ് ഇതിന്. പെർമിറ്റ് കൊടുക്കുന്നില്ല. ബാഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ പെർമിറ്റ് കൊടുക്കുന്നില്ല. അത് തന്നെ, അതായത് പുതിയതായിട്ട് നിർമ്മിക്കാൻ സമയം. ടാറ്റയുടെ മാർക്കപ്പോളയുടെ വണ്ടിയാണത്. അതിനകത്ത് 12 പേരെ സീറ്റാണ്, പക്ഷെ 25 പേരെ കയറ്റി അവർ രാത്രിയിൽ ഓടുന്ന ആ സ്റ്റൈല് കണ്ടിട്ടുണ്ടെങ്കിൽ സെറ്റപ്പാ അല്ലേ. പോകും. പപ്പ ഈ കവുങ്ങ് നോക്കിയപ്പോ എന്ത് രസമാണ്. എന്ത് രസം നോക്കി. നമ്മുടെ വീടിന്റെ മുന്നേ ഇതേപോലെ വെച്ചു കൊടുക്കാൻ നല്ല രസമായിരിക്കും. നമ്മളുണ്ടല്ലോ ജീവിതത്തിൽ പ്രതീക്ഷ അല്ല കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ ശിവന്റെ ഇത് നോക്കിയേ, തൊട്ടിപ്പുറത്തോട്ട് നോക്കിയേ. എന്താ അല്ലേ ജീവിതത്തിന്റെ ഒക്കെ ഒരു കാര്യം. അപ്പ 2 ക്ലാസ്സുള്ളതാണ് എൻ്റെ ചെറുക്കൻ. ക്രിക്കറ്റ് കളിക്കാൻ പോവാ കേട്ടോ. ക്രിക്കറ്റ് കളിക്കാരനാ, മുഖത്തൊക്കെ മറ്റേ സാധനമൊക്കെ തേച്ചിട്ടുണ്ട്. അടിപൊളി. അത് കളഞ്ഞു പോവാ. ഒട്ടം നോക്കിയേ. പിടിച്ചോ. അപ്പൊ ലെക്ക് ലെവലിലാ പോകുന്ന, ചെലിക്കുഴി പോയി വീഴും. അതേ പോന്നു. അങ്ങെത്തി തുള്ളി. വാ. എങ്ങോട്ട് പോകും പപ്പ? ചളി 4 പേര് 4 വാ. കൊടൈക്കനാല് പോവാം. ഇത് ചെളി പോയി വീഴും. ഇതേ പോന്നു. കൊടൈക്കനാല് പോവാം. ചെളി പോയി നിന്നിട്ടുണ്ടോ ഇല്ലേ, അപ്പാപ്പിനെ പോലെ കറുത്തു പോകും. പോവാടി. 2 ഗ്ലാസ് ഒക്കെ അവിടെ വലിച്ചെറിഞ്ഞു കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോ നമ്മൾ നേരെ സഫാരി എടുക്കുന്നു. എന്തൊരു ക്യൂട്ട് ലുക്കല്ലേ ലിബിനെ. ബ്ലാക്ക് ആയതുകൊണ്ട് എത്ര ലുക്ക് കിട്ടിയ അല്ലേ ലിബി? ബ്ലാക്കിന് 7 പറഞ്ഞ എന്ത് രസം എന്ന് പറയാം. നമ്മുടെ വണ്ടി യാത്ര ചെയ്യാനും സുഖമാണ്, എല്ലാ സെറ്റപ്പ് സുഖമാണ്. നമ്മൾ നേരെ ഇനിയിപ്പം ഇവിടുന്ന് കൊടൈക്കനാൽ ഏറ്റവും നല്ല വണ്ടി ഇതാണ്. അല്ലെങ്കിൽ ഇപ്പൊ 5 വട്ടം വഴി കിടക്കുന്ന സമയം കഴിഞ്ഞു അല്ലേ. കംപ്ലൈന്റ് ആകാത്ത വണ്ടി. ഇത് ബൈക്കേ കയറി അല്ലേ. വാ മൈക്കിൾ വാ. ഗുസ്തിയൊക്കെ മതി. ഇനി അടുത്ത സ്ഥലത്ത്, ഇനി തണുപ്പുള്ള സ്ഥലത്ത് പോവാ. ഉമ്മ ഇങ്ങനെ വണ്ടി കടത്തി വിടും കേട്ടോ. ഇതെങ്ങോട്ടാ പോകുന്നത് നമ്മള്? അണ്ണാ ഇതിലേ പോവാ. ഇതിലാണ് എക്സിറ്റ്. ഗൈസ് നോക്കൂ, ഇവിടെ നമ്മുടെ വണ്ടി കയറ്റി വിടും. നമ്മൾ നേരെ ഇതേ വന്ന അതേ വഴി കൂടെ ഫ്രണ്ടിലേക്ക് ഈ കാണുന്ന നമ്മൾ നടന്നു പോയില്ലേ, അതിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് തിരിച്ചു പോകാൻ നേരത്ത് നമ്മൾ ഇതേപോലെ കടത്തി വിടും. പാർക്കിങ്ങിന് സമ്മതിക്കൂല. പാർക്കിംഗ് നമ്മൾ അവിടെ തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരെ ആദിയോഗിയുടെ സൈഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് നല്ല ജീവിതത്തിൽ ഒരാഗ്രഹം കൂടെ കഴിഞ്ഞവനെ അല്ലേ. ഇത് കാണുന്നു ഭയങ്കര ആഗ്രഹം. ഗൈസ് നോക്കൂ, കണ്ടില്ലേ? ഗൈസ് നോക്കൂ. എന്തായാലും നമ്മൾ നേരെ ഈ വഴി കൂടെ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. അപ്രോക്സിമേറ്റ് നമുക്ക് 196 കിലോമീറ്റർ ആണ്. 196 കിലോമീറ്റർ ആണ് നമുക്ക് കൊടൈക്കനാലിനുള്ളത്. നമ്മൾ കൊടൈക്കനാലിലാണ് പോകുന്നത്. കോയമ്പത്തൂരിന് 28, പാലക്കാട് 18, പിന്നെ അടിയിലെ സ്ഥലം എനിക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അത്രേ ഉള്ളൂ. പാലക്കാട് ബൈപ്പാസിനാവേ
അതായത് കേരളത്തിൽ എത്തൂല, റോട്ടിൽ കയറും തമിഴ്നാട്ടിന്റെ. അതാണ് അവർ ഉദ്ദേശിച്ചത്. നമ്മള് പിന്നെ പോണ്ടിച്ചേരിയിൽ ഷങ്കൻ വിസ എടുക്കാൻ നേരത്ത് നമ്മൾ ഈ കാണുന്ന അവിടെയല്ലേ പാസ് ചെയ്ത്. അതെ ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. കാരണം അടുത്ത വിസയുടെ കുറേ പരിപാടികൾ ചെയ്യാണ്ട്. നമ്മുടെ യാത്ര അടുത്ത മാസം ഫസ്റ്റോടുകൂടി തുടങ്ങുന്നതായിരിക്കും. അതായത് അടുത്ത മാസം 15-ന് ശേഷം, അതായത് ഞങ്ങൾ വിയറ്റ്നാമിൽ പോയിട്ട് വന്ന ശേഷം നമ്മൾ അടുത്ത നമ്മുടെ അമേരിക്കയ്ക്ക് വണ്ടി ഓടിക്കുന്ന നമ്മുടെ പരിപാടി തുടങ്ങുന്നതായിരിക്കും. നമ്മുടെ ടി നെപ്പോളിയനെ നല്ല രീതിയിൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോകുന്നത്. നടന്നു കഴിഞ്ഞാൽ സക്സസ് ആയി അന്ന് അപ്പനെ വിളിക്കാം. അപ്പനെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞങ്ങള് അമേരിക്കയ്ക്ക് വണ്ടി ഓടിക്കുന്ന ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ടി നെപ്പോളിയനെ. അപ്പം നമ്മൾ അടുത്ത മാസം 15-ഓടുകൂടി നമ്മൾ പോകുന്നതായിരിക്കും. ഞങ്ങൾക്ക് 10, 11, 12, 13 വിയറ്റ്നാമിൽ അടുത്തൊരു ബിസിനസ് പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. ഞങ്ങൾ എവിടെ പോയാലും കുളമാവും. എന്തായാലും ഞങ്ങൾ ഒന്ന് പോയി നോക്കുവാണ്. രക്ഷപ്പെട്ടെ എന്തായാലും ചെയ്തു നോക്കാം അല്ലേ ലിവിനെ? മടിച്ചിരുന്നിട്ട് കാര്യമില്ല. അതെ, എന്തായാലും എല്ലാം ഉണ്ടാക്കിയതാണ്. അപ്പം ഇനി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ദൈവത്തിനറിയാം. ഓ വെരി ബ്യൂട്ടിഫുൾ, ദൈവത്തിന് സ്നേഹം. ഗൈസ് നമുക്ക് നല്ല രസം കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നല്ല റെഡ് കളറിൽ പൂ കിടക്കും കേട്ടോ. അപ്പൊ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലില്ലായിരുന്നു. അപ്പൊ ഇത് ഇപ്പോഴും ഉണ്ടോ? രാജമല്ലി കേട്ടോ, രാജമല്ലി. അതന്നെ എല്ലാരും വെട്ടിക്കളന്ന് വെച്ചാല് ആ മരത്തിന് ആദ്യം കട്ടിയില്ല. ഇത് പുളിയും ആര്യവേപ്പും അപ്പുറം നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞു ആ മരത്തിന് ആദ്യം കട്ടിയില്ല. അത് കാരണം മഴക്കാലത്ത് അത് പെടന്നു പോവാണ്. പൂവാകയാ വാഗ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാവൽക്കാൻ മേടിക്കണം ഒരു പൂതി. അപ്പൊ അമ്മ പറഞ്ഞു ഷുഗറിന് നല്ലതാണ്. ആണോ അമ്മ? ഇത് കഴിച്ചാൽ ഷുഗർ കുറയും. പക്ഷെ കറയല്ലേടി? ഇത് ഡ്രസ്സിലെ കറയാ കേട്ടോ. മേടിച്ചു. എന്റെ പൊന്നെ, ഈ അപ്പന്റെ കാര്യം. അപ്പന്റെ പൈസ ഉണ്ട്. എനിക്ക് എന്റെ പൊട്ടം കളിക്കാണ്. പൈസ കൊടുക്ക. അമ്മ 50 അമ്മ. നമ്മൾ ഇവിടുന്ന് പോകാൻ നേരത്ത് പൊള്ളാച്ചി വഴി കേട്ടോ പോവാ. പൊള്ളാച്ചി വഴി പോകും. നൊങ്ക് വേണോ? നൊങ്കുണ്ട്. ഇവിടെ നല്ല ഒന്നാന്തരം ഞാവലുണ്ട് കേട്ടോ. ഞങ്ങൾ പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. അപ്പൊ പൊള്ളാച്ചി വഴി ഞങ്ങൾ പോകുന്നതുകൊണ്ട് അപ്രോക്സിമേറ്റ് നമുക്ക് എത്ര സമയം എടുക്കും? ഫോൺ എടുത്താ ഗൂഗിൾ പേ നോക്കിന്റെ വെള്ളം തരാനൊന്നും പറ്റിക്കും കേട്ടോ. അത് പഞ്ചസാര ലൈന് കളിക്കാക്കുവായി. ഇപ്പൊ മേടിച്ച ഞാവൽക്ക ഊമ്പിപ്പോയിട്ടോ. അതുകൊണ്ട് പപ്പ വേറെ ഞാവൽക്കയുടെ പുറകെ പോയേക്കുവാണ്. ഞങ്ങൾ പൊള്ളാച്ചി വഴിയാണ് കൊടൈക്കനാൽ പോകുന്നത്. അപ്പം പൊള്ളാച്ചിയിൽ എന്തൊക്കെയോ കാണുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ മല്ലിക. ഓ ഇത് കിഡിലിനാണല്ലോ. 3 ടൈപ്പ് ഉണ്ടല്ലോ അപ്പൊ ഞാവല്. കിലോയാ? അതോ കാക്കിലോ. ഇത് എത്ര കാക്കിലോ? അപ്പൊ നമ്മള് പറ്റിച്ചാണല്ലോ അപ്പൊ 100 രൂപയ്ക്ക് ഊമ്പിയ സാധനം തന്നു. ഇതിനാ? ഓ അടിപൊളി സാധനം. എങ്ങനെയുണ്ട്? ഇവനെ കാറ്റടിക്കരുത്. കാറ്റടിച്ച് വിഷയാ. കാറ്റടിച്ച് കഴിഞ്ഞാൽ ദ്രാസ് മാറിപ്പോകും. അത് ശരിയാട്ടോ. നോക്കണം അവരമ്മ ഇത് കഴിച്ചു നോക്കിയേ. എന്റെ പൊന്നടി എന്നാ രുചിയാണ്. അവക്ക് കൊടുക്ക. അമ്മ കഴിക്കണ്ട. ഓ അമ്മ കഴിച്ചമ്മേ എന്നാ രസം അറിയാം കഴിക്കാൻ വേണ്ടി. കടിച്ചിറക്കിക്കോ. തുപ്പിക്കളഞ്ഞ് രണ്ടും. കഴിച്ച് ഇത് മല്ലികയാണോ? ഇത് ഏതാ ചേച്ചി? മാങ്ങ കിളിച്ചുണ്ടൻ. ഇതോ? ഇതിനെത്രയാ? നീലം വേണോ അപ്പാ? നൊങ്കുണ്ട്. നൊങ്ക് കഴിക്കണം കേട്ടോ. നൊങ്ക് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ഇത് മേടിക്കില്ല കേട്ടോ. പാനി മേടിച്ചാൽ പണി പാലോട്ടോ. ഇത് പൂസാവും. തേങ്ങയല്ല, പനക്കരിക്ക്. ഈ സാധനം മേടിക്കില്ല. ചിലതിനൊക്കെ കിക്കൊക്കെ ആവും. ചിലതൊക്കെ തലകറിയും കിടക്കും. നമ്മളെ ഒന്ന് പിടിച്ചോണ്ട് പോട്ടോ. അല്ല ചെക്കിങ് ഒക്കെ ഉണ്ടല്ലേ. എന്നാ പപ്പയൊക്കെ എന്തോരം പലയിടത്തുനിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? നീ ഓർക്കുന്നുണ്ടോടാ? പപ്പ പണ്ട് തമിഴ്നാട്ടിൽ ജോലി ചെയ്ത സമയത്ത് പണ്ട് ഞാൻ എന്തോരം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഗൈസ് നോക്ക്, പണ്ട് പിന്നെ പലയിടത്ത് പണിയെടുക്കുന്ന സമയത്ത് പപ്പ എന്തോരം ഈ സാധനം ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. ഇത് മട്ടുവാ കഴിച്ചു. എനിക്കിത് അടിപൊളി ടേസ്റ്റാ. കഴിച്ചോ? അതൊന്നും വേണ്ട, കഴിച്ചാൽ മതി. മൈക്കിളിന് കൊടുക്കടി. എനിക്ക് ഓർക്കുന്നുണ്ട് പപ്പ ഇത് പണ്ട് ഞങ്ങൾക്ക് പലയിടത്ത് പപ്പ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയപ്പം ഞങ്ങൾക്ക് ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ മേടിച്ചു തന്നൊക്കെ പണ്ട്. മമ്മിക്ക് വേണ്ട? അടിപൊളി മമ്മി. ഇത് ശരീരം ഭയങ്കരമായിട്ട് തണുക്കും. ശരി കേട്ടോ. മമ്മി എന്ത് തിന്നാലും ഷുഗർ കുറയെന്ന് പറഞ്ഞു. അമ്മ ഇത് ഷുഗർ കുറയും കേട്ടോ. ഷുഗർ കുറയും. 2 ഉള്ളു ഒരെണ്ണത്തില്. അല്ലേ? ഒരെണ്ണത്തിൽ 3 ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇതാണ് സാധനം. ഇതിൻ്റെ അകത്തുണ്ടോ? എപ്പടി ഇருக்கு?
ഇഷ്ടപ്പെട്ടു കേട്ടോ. പപ്പയ്ക്ക് വേണ്ട അപ്പ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അവന് ഞങ്ങളൊരു ഈത്തപ്പഴം കൊടുത്ത് പറ്റിച്ചേട്ടാ. ഗുഡ് ബോയ്. ഇത് ഞാവലല്ല, ഈത്തപ്പഴം. ഹോണ പേടിക്കണ്ട കേട്ടോ. യഥാർത്ഥ കളിച്ചുണ്ടും വാങ്ങ കഴിച്ചോ? നീ കഴിച്ചോ? നല്ല വാങ്ങ. പപ്പയുടെ കയ്യിലുള്ള മുറിച്ചല്ലേ പിന്നെ മുറിച്ചോണം പീസ് വെക്കും. കയ്യിലേക്ക് ഇടും. ഏറ്റവും വലിയ പീസാ. തൈക്കളവിയാ അവിടെ കിടന്ന് പൂര അലമ്പ്. ലാസ്റ്റ് മൈക്കിളിനെ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ ബിരിയാണി കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ. ഷെയറുണ്ടോ എന്നാ ഓക്കെ ബിരിയാണിയുടെ? ആ മമ്മി അപ്പുറത്തോടെ കയറി മമ്മി. അവൻ ഇവിടെ സാറ് ഇവിടെ ഇരിക്കുക. സാറ് സൈഡ് സൈഡിലിരിക്കുക. സാറേ 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 ആ സാറേ സാറേ സാറ് അവിടെ ഇരിക്കുക. വാ കയറി എല്ലാവരും കയറ്. ഞങ്ങളെ കുറച്ച് ഫ്രണ്ട് വന്ന് ചക്ക മേടിച്ചോട്ടോ. വീട്ടിൽ ചക്കയുള്ള ഞങ്ങള് ഇവിടുന്ന് ചക്ക മേടിക്കും. നല്ല ഒന്നാന്തരം വരിക്ക ചക്ക. അര കിലോ 100 രൂപ. അര കിലോ 100 രൂപയുള്ളൂ കേട്ടോ. നല്ല ഒന്നാന്തരം വരിക്ക. ആഹാ, തൂക്കി തരുവാണോടാ? തൂക്കി തരുമോ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചക്ക മേടിക്കുന്നത്. പപ്പയോ പപ്പയോ നല്ല കിഡിലും വരിക്ക ചക്കയാ. ഒരു പപ്പയാ. അപ്പോൾ പണ്ട് ബോംബെയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ബോംബെ 100 രൂപ കൊടുക്കും മമ്മി. കൊടുത്തോ? അത് അര കിലോയാ? കാണിച്ചപ്പോ ചക്കത്തോളാം എപ്പടി ഇറുക്കും നോക്കട്ടെ. നിനക്ക് വേണമല്ലോ പിന്നെ ചക്കത്തോളാം. തേഞ്ചക്കയാ. പൈസ കൊടുത്താ? ആ പൈസ കൊടുത്തുന്നോ? പറഞ്ഞോ. എനിക്കെന്താപ്പാ ചക്കക്കുരി എന്ത് ചെയ്യും? അഭിരാമിക്ക് വേണോ? എനിക്ക് ഏറ്റവും പൊട്ട ചക്ക തന്നു. എൻ്റെ കൊച്ചിറങ്ങിപ്പോ. എന്നാ ഇത് എടുത്തോ, ഇത് എടുത്തോ. അടിപൊളി ചക്ക കേട്ടോ. വെള്ളം കറി ചക്കയാ. വെള്ളം കറി ചക്കയാ. 100. നമ്മുടെ നാട്ടിൽ നിന്ന് എവിടുന്നോ വന്നാ. ഞങ്ങൾ അങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് പതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഇടവഴികൾ മാത്രമേ കാണിച്ചു തരുള്ളൂ. അങ്ങനെ നോൺ ടോൾ റോഡ് ആയിരിക്കും നമ്മളെ കാണിച്ചു തരുന്നത്. അപ്രകാരം ഉള്ള റോഡുകളിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ ഞാവൽക്ക, പേരക്ക, ചക്ക, അതുപോലുള്ള പല പല സംഭവങ്ങളെ കച്ചവട സ്ഥലങ്ങൾ. നാടൻ സാധനം കിട്ടുന്ന ഇപ്പൊ തമിഴ്നാട് വരേണ്ട അവസ്ഥയല്ലേ? സത്യം അല്ലേ? വീടിന്റെ മുന്നിൽ 10 വർഷം കഴിഞ്ഞ ചക്ക തന്നെയാണ് ഇനി തമിഴ്നാട്ടിൽ വരണമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇവനെ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലത്തെ ചക്കമരങ്ങളെല്ലാം പോകും. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇതേപോലെ തന്നെ നമ്മളും കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഫൈനലി നമ്മൾ അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ വന്ന് വണ്ടി നിർത്തി എണ്ണ അടിക്കാൻ വേണ്ടി കേട്ടോ. വണ്ടിയുടെ എണ്ണ തീർന്നു. 3 ദിവസം കൂടി അല്ലേ അടിക്കുന്നത്? 3 ദിവസം ഭയങ്കര മൈലേജ്. എന്താ കംപ്ലൈന്റ് ഉണ്ട്? ഗൈസ് ഭയങ്കര മൈലേജ് കേട്ടോ. ഈ കാർഡല്ലേ? അത് തന്നെ. ഗൈസ് നോക്കൂ, ഇവിടെ എത്ര ലിറ്ററിന് ഡീസലിന്? 92 രൂപ. കൂടുതലാ. കേരളത്തിൽ ഇവിടെ കൂടുതലാ. ഗൈസ് നോക്കൂ, 92 രൂപ പെർ ലിറ്ററിന്. പിന്നെ പെട്രോളിന് 101. 87 രൂപ ഉള്ളൂ കർണാടകത്തില് ഫുൾ ടാങ്ക്. ഗൈസ് നോക്കൂ, എണ്ണ അടിച്ചാൽ കേട്ടോ. ഫുൾ ടാങ്ക് അടിച്ച് പോകുന്ന എപ്പോഴും നല്ലത്. വണ്ടി എപ്പോഴും ഫുൾ ടാങ്ക് അടിക്കണ്ടോ? എപ്പോഴും നമ്മൾ 1000-500 ലുട്ടിക്കാൻ വേണ്ടി നോക്കും. പക്ഷേ എപ്പോഴും ആണെങ്കിലും നമ്മൾ ഫുൾ ഡീസൽ. എപ്പോഴാണെങ്കിലും നമുക്ക് വണ്ടിക്ക് എണ്ണ അടിക്കണ്ടേ? അതെ, ഫുൾ ടാങ്ക് ആണ് ഇച്ചിരി മൈലേജ് കൊടുത്തിട്ടാണ്. ഗൈസ് നോക്കൂ, ഇതിപ്പോൾ 3ാമത്തെ ദിവസം കൂടിയാണ് എണ്ണ അടിക്കുന്നത്. അപ്പോൾ എണ്ണ അടിച്ചേക്കാം. അതിന് ശേഷം ഞങ്ങൾ പൊള്ളാച്ചി 2 സ്ഥലങ്ങൾ കാണാണ്ടെന്ന് പറഞ്ഞ് അത് കണ്ടതിന് ശേഷം പൊള്ളാച്ചി തന്നെ റൂം എടുക്കും. നാളെ ഞങ്ങൾ കൊടൈക്കനാലിന് പോകുന്നുള്ളൂ. കൊടൈക്കനാൽ നാളെ ഉള്ളൂ. നോക്കൂ, ഇത് കയറി 49 ലിറ്റർ അടുത്തെത്തി കേട്ടോ. 50 നിർത്താൻ പറയട്ടോ ലിവിനെ. 50 നിർത്തുന്നല്ലേ നല്ലേ? 50 ലിറ്റർ അല്ലേ അണ്ണാ? 50 നിർത്തിക്കോ. അത് മതി. താഴെ വീണില്ല എന്ന് പറഞ്ഞോ. വേ അടച്ചു. വെള്ളം ഐസ് ഫുൾ ടാങ്കായി. ഇനി കാർഡ് കൊടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാട്ടോ. ഞങ്ങൾ നേരെ വണ്ടി കയറട്ടെ. ഫൈനലി നമുക്ക് പൊള്ളാച്ചിക്ക് തിരിയേണ്ട സ്ഥലം എത്തി. ഇപ്പുറത്തോട്ട് കോയമ്പത്തൂർ, നേരെ പോയ പല്ലട. പപ്പേ 37 കിലോമീറ്റർ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഇന്ന് പല്ലടയാണ് വന്നത്. പല്ലടം കുറെ നാള് കൂടി നമ്മൾ അങ്ങനെ ഒരു തമിഴ്നാട് ഹൈവേ കൂടെ സഞ്ചരിക്കുകയാണ്. ഹൈവേ. ഇത് എന്ത് ഹൈവേ ആണെന്ന് നിനക്ക് അറിയാൻ പറ്റുമോ? നിനക്ക് എന്താ നമ്മുടെ സൈഡിലെ സാധനം പോയെന്ന് തോന്നുന്നുണ്ട്. കിടന്ന് അടിക്കുന്നു. അത് നമുക്ക് ഡബിൾ ടേപ്പ് അടിച്ചോ. നീ പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. നീ എന്ത് ഹൈവേ എന്ന് പറയാൻ പറ്റുമോ? NH 83. ഞങ്ങള് പൊള്ളാച്ചി ടൗൺ കഴിഞ്ഞ് മങ്കി വാട്ടർഫോൾസിലേക്ക് സഞ്ചരിക്കുക കേട്ടോ. അതായത് പൊള്ളാച്ചി ടൗൺ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകണം. ഇനി ഏകദേശം 20 കിലോമീറ്റർ 30 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഏതാനും നിമിഷത്തിനുള്ളിൽ അവിടെ എത്തും. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടെന്ന് കരുതുന്നു. അങ്ങോട്ടാണ് പോകുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഇത് ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെയാ ഇത്ര മനോഹരം നോക്കി പോകുന്ന റൂട്ട്. ഫുള്ള് പച്ചപ്പല്ലേ? നല്ല പച്ചപ്പ്, നല്ല കിടിലൻ ഏരിയ. ഒരു പ്രത്യേക ക്ലൈമറ്റ് ആണ്. ക്ലൗഡി ആട്ടോ കാലാവസ്ഥ. ഇന്ന് ഈ ഒരു ഏരിയ മൊത്തം ക്ലൗഡിയിലാട്ടോ. ഇവനെ വെള്ളച്ചാട്ടത്തിൽ എത്തുമ്പോഴത്തേനും വെള്ളം പോലെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം പാളും ചിലപ്പം നേടും. അതെ, കാണുന്ന വഴി കൂടിയാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. ഇതിലേ വന്നു, ഇതിലേ പോകുന്നു. ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കറക്റ്റ് ഒരു ട്രഡീഷണൽ ടച്ചുള്ളൊരു കട. ഇവിടെ ചോറ്, ഊണ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. എല്ലാവരും ഇറങ്ങിയോ? മൈക്കിൾ റെഡിയായോ? മൈക്കിൾ ഇറങ്ങുക? ബാബാ കഴിക്കുക.
ഇത് മൈക്കിളിൻ്റെ സ്പെഷ്യൽ പാത്രം കേട്ടോ. ഗൈസ് ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ, ട്രഡീഷണൽ സെറ്റപ്പിലുള്ള കടയാണ്. അവരെന്ത് ചെയ്യും? ഈ നിങ്ങൾ ഇവിടെ കയറിയോ? വണ്ടി ലോക്ക് ചെയ്ത് ഞാൻ. ഹായ്, നല്ല വാഴയില, നല്ല സൂപ്പർ ജഗ്. നിങ്ങൾ എന്നാ പറഞ്ഞ ഒരു ചോറും കൂടെ വേണം, ലിബിനും കൂടെ ഉള്ളത് വേണം കേട്ടോ. നീ എപ്പോഴാണ് എണീറ്റടാ മൈക്കിളെ? ആ ബിരിയാണി സെറ്റപ്പാണല്ലോ. നീ എനിക്ക് ബിരിയാണി പറഞ്ഞേ. ഇതല്ലേ 2 ബിരിയാണി? ആ മമ്മി ബിരിയാണിയാ? അപ്പോൾ ഒരു ബിരിയാണിയും കൂടെ. മമ്മി ബിരിയാണി, ചിക്കൻ ബിരിയാണി പറഞ്ഞു. ലിബി ചോറല്ലേ? ആ ലിബിക്ക് ചോറ്, സപ്പാക്ക് ചോറ്, സപ്പാട്ട് ഇറക്കെ. ഇങ്ങ ഇരിക്കടാ, ഇങ്ങ നല്ല ഇരിക്കാൻ സ്ഥലം ഇല്ല. ഞാൻ സൈഡിൽ ഇരിക്കാം. ഞാൻ സൈഡിൽ ഇരിക്കാൻ എനിക്ക് ഓ അപ്പം ഞാൻ കയറിയിട്ട് ഇരിക്കാറുണ്ട്. പിന്നെ അപ്പം കേട്ടോ. ആഹാ ബിരിയാണി കിട്ടി. എന്നെ വലിയ സ്പൂണാമേ, വലിയ സ്പൂണാ. ബിരിയാണി വ്യത്യാസം ഉണ്ടല്ലോ. വലിയതാടാ, വലിയ ബിരിയാണി കിടക്കും. മീൻ അപ്പം പറ്റിക്കപ്പെട്ടു കേട്ടോ. അപ്പനാകെ ചോറും കിട്ടി, ഒരു വലിയ പപ്പടവും കിട്ടി, ഒരു കാബേജും ചോറിന് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കറി തരൂല. 3-4 ട്രിപ്പ് ചോറ് വെച്ചാലോ അങ്ങനെ തരുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിട്ട് പുള്ളിക്കാരനെ ഞാൻ വട്ടം കളിക്ക് സാധനം മേടിച്ചു. യെസ് മൈക്കിൾ എന്നാ കഴിക്കുന്നേ? എന്നാ കഴിക്കുന്നേ? ചിരിക്കുന്ന നോക്കിയേ. എന്നാടാ എന്നാ വേണ്ടേ? ഇല എടുക്കുന്നില്ലെന്നോ? ഇല എടുക്കുന്നില്ല. മൈക്കിളെ നിരീക്ഷിക്കട്ടോ. ഏത് ബിരിയാണിയിലോട്ടാ അമ്മ ബിരിയാണി എടുത്ത് അപ്പുറം അമ്മയുടെ ഇല പറിക്കുന്നു. ആ സ്പൂണിനാട്ടോ. ഒരു പപ്പടം ഇങ്ങ് കൊടുത്തു. ഇവിടെ ഒരു പപ്പടം വെച്ചു. മൈക്കിൾ സർക്കസ് തുടങ്ങിയിരിക്കുകയാണ്. ഒരു പപ്പടം തകർത്തു, അടുത്ത പപ്പടം തകർക്കെടുത്തു. ആ സ്പൂണ് ചടി കിട്ടാൻ സാധ്യതയുണ്ട്. അവൻ പറഞ്ഞു കേട്ടോ, ഒന്നുണ്ടോ ഒലക്ക അടിക്കണമെന്ന് പറഞ്ഞു. ആ സ്പൂൺ വെച്ചാൽ എല്ലാവർക്കും അടിക്കുന്നത് അല്ലേ? പിന്നെ കട്ടളമീൻ കിട്ടി കേട്ടോ. എങ്ങനെയുണ്ട് അപ്പം? കയ്പുണ്ടോ? കട്ടുണ്ടോ? ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. സീ ഫിഷ് ഒന്നും കിട്ടൂലായിരിക്കും. ദിബിക്ക് കട്ടള വളർത്തുമീനാ. ഇങ്ങനെ വേണ്ട, ഇത് ബിരിയാണിയാണ്. റൈസ് നോക്കൂ. ലിബിന് ചോറും ഈ സാധനം കിട്ടി. എന്നാലും നോക്കൂ, എനിക്ക് ലാസ്റ്റ് ബിരിയാണി കിട്ടി. നല്ല കിട്ടിയില്ല സലാഡ് കേട്ടോ. ഇതേ നല്ല ഇങ്ങനത്തെ ഒരു പ്രത്യേക സ്പൂണാട്ടോ. എൻ്റെ അമ്മ എന്നെ ഒരു സ്പൂണാന്ന് നോക്കിയേ. ആഹാ കിട്ടിയില്ല സാധനം കിട്ടി. ഈ കാണുന്ന ആയുധം ഇവിടെ ഉപേക്ഷിച്ചു. ഞാൻ ഈ കാണുന്ന മൊത്തത്തിലുള്ള ഈ കാണുന്ന മൺകുടം ഇതിൽ ഇട്ടു കേട്ടോ. ബിരിയാണി കീച്ചാം. നല്ല സൂപ്പർ സാധനങ്ങളാണ്. ബിരിയാണിയും കുറച്ച് കഴിച്ചു കൊണ്ട് അടിപൊളിയായിരുന്നു. ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഈ സലാഡും അടിപൊളിയാട്ടോ. ഞങ്ങളൊരു 65 കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. മൈക്കിളിന് വേണ്ടി പറഞ്ഞാ കൊള്ളാവടി. ചൂടാ. നോക്കൂ, നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോകുമായിരുന്നു. അതായത് മങ്കി ഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന ഫോറസ്റ്റിലൂടെയാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് ഫോറസ്റ്റുകാർ കൈ നീട്ടി ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വിടുകയുള്ളൂ. അങ്ങനെയാന്ന് തോന്നുന്നു. അഭിരാമി എന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏറ്റവും കുറവ് ടിക്കറ്റ് ഇല്ലാത്ത നമ്മുടെ കേരളത്തെ ടൂറിസ്റ്റ് പ്ലേസിൽ ആണോ? ടിക്കറ്റ് എന്താ എവിടെയുള്ള വളരെ കയ്യിലുണ്ടാകുന്ന സ്ഥലത്തല്ലേ ടിക്കറ്റ് ഉള്ളൂ. ഇതന്നെ. അപ്പോൾ ഇതിലെ ഈ വയനാട് വണ്ടി ഇറങ്ങി വരുന്നേ? ശരിയായിരിക്കും കേട്ടോ. അതെ, കേരള വണ്ടി എന്തോരെയാന്ന് നോക്കിയേ. ടിക്കറ്റ് എന്തോ കിട്ടി കേട്ടോ. എത്രയാടാ? മുഖം പേർത്തായിരിക്കുന്നത്, അപ്പം കൂടുതലായിരിക്കും. എത്രയാ രമി? എത്ര പേർക്ക്? 200 രൂപയാ? ഏത് വാട്ടർഫോൾസ് ആണോ ഉള്ള? ഓ ഗൈസ്, അപ്പൊ ഈ കാണുന്ന റിസർവിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി 200 രൂപ നമ്മൾ പൈസ പേ ചെയ്യണം. മങ്കി ഫോൾസിലേക്ക് നമ്മൾ അങ്ങനെ നേരെ വണ്ടി ഓടിച്ച് കയറുക കേട്ടോ. ഇവിടുന്നുണ്ടല്ലോ വാൽപ്പാറയ്ക്ക് 40 കിലോമീറ്റർ ഉള്ളു കേട്ടോ. നല്ല കിടിലം പച്ചപ്പൊക്കെ ആയിട്ട് കിടിലം സ്ഥലം. ഇതാണ് ഡാം. അത് ഡാമാട്ടോ. ഡാം ഇനി ഇവിടുന്ന് വാൽപ്പാറയ്ക്ക് 40 കിലോമീറ്റർ. ഇത് നല്ല കിടിലം ഡാമിന്റെ വ്യൂ കലക്കി. അപ്പൊ ഇന്ന് കൊടൈക്കനാൽ ഇല്ല കേട്ടോ. ഇനി നാളെ എങ്ങനെ കൊടൈക്കനാൽ പോവാം. ഇവിടെ നല്ല കിടിലം കാഴ്ച കിട്ടി. അപ്പൊ ഇപ്പോൾ ശ്രദ്ധിക്കണേ. എന്നാ ബബ്ബാ എങ്ങോട്ടാ? ബബ്ബാബേ എങ്ങോട്ട് ഇറങ്ങിയതാ? ബബ്ബാബേ എങ്ങോട്ട് പോവാ? ബബ്ബാബ കുട്ടി നിക്കറൊക്കെ ഇട്ട് ഇറങ്ങി വന്നേക്കും കേട്ടോ. കുരങ്ങനുണ്ട്, അതെപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. കുരങ്ങനെ നമ്മൾ സൂക്ഷിക്കണം, അല്ലേ എല്ലാം കൊണ്ടുപോകും. ഇത് നോക്കിയേ ലിബിനെ, ഈ കാണുന്ന ഇതാണ് എൻട്രി കേട്ടോ. ഇവിടെ പൈസ കൊടുത്തിട്ടാണ് കയറേണ്ടത്. ഇത് റിസർവ്. ഇവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട് അല്ലേടാ ലിബിനെ? നല്ല രസമുണ്ട്. ഇവിടെ ഞാൻ വണ്ടി ഒതുക്കി. എന്തായാലും നല്ല കിടിലൻ സ്പോട്ട്. അത് കൊള്ളാം. കാലക്കി എങ്ങനെയുണ്ട് മമ്മി? ഇഷ്ടപ്പെട്ടോ? ചിരിക്കുന്ന മൈക്ക് വേണം. ആ കാണുന്ന മലയുടെ അടുത്ത് ഇങ്ങനെ കിടക്കുന്ന എല്ലാ ഡാമുകളും ഒരു മലയുടെ ഇടയിലാണ് പണിതാക്കുന്നത്. ആ ശരിയാട്ടോ. പക്ഷെ പഴശ്ശി ഡാം അല്ലല്ലോ. പഴശ്ശി ഡാം അല്ല. അതെ, അതൊരു മലയുടെ സൈഡിൽ കൂടെ തന്നെയാണ്. ആണോ? ജോയിന്റ് ചെല്ലുന്നിടത്ത് മല വേണം. ഗൈസ് നോക്കിയതുണ്ടോ?
എന്ത് രസം നോക്കി, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സെറ്റപ്പ് കേട്ടോ, നല്ല രസമുണ്ട്. നല്ല രസം. ഞങ്ങൾ എല്ലാവരും ഇവിടെ കുറച്ച് നേരം ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോട്ടോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ നല്ല മങ്കി ഫോഴ്സ്. മങ്കി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വെള്ളച്ചാട്ടം, നല്ല ഫീലിംഗ് ആട്ടോ ഇതിൽ പോകാൻ വേണ്ടി. നല്ല പച്ചപ്പ്, 2 വരി പാത, നല്ല കിടിലൻ സെറ്റപ്പ്, തൊട്ടിപ്പുറം ഡാം. അടിപൊളിയല്ലേടാ? അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, എന്റെ പൊന്നേ. ഇവിടെ നേരെ ചെല്ലുന്ന ഡാമിലോട്ട്. ഗൈസ് നോക്കൂ, അതായത് ഉണ്ടല്ലോ നല്ല കിടിലൻ ഡാമിന്റെ വ്യൂ. ഇത് തൃശ്ശൂർക്കല്ലേടി പോകുന്നേ? വാൽപ്പാറക്കാട്ടോ പോകുന്നേ. ഞങ്ങൾ മങ്കി ഫോഴ്സ് വന്ന് ഇറങ്ങി. ഇത് ക്ലോസ് ആയിരുന്നല്ലോ. ബാ പോവാം. പിന്നെ എന്തിനാ എങ്ങനെ കയറ്റി വിട്ടാ? എനിക്കറിയത്തില്ല, അവിടെ വെള്ളമില്ലെന്ന്. ബാ ഞങ്ങൾക്ക് കാണണ്ടേ? ഏടാ നിക്കാൻ പറ്റില്ല. അവര് പിന്നെ ഇവര് പറഞ്ഞു കേട്ടില്ലേ, എന്നാ അതിന് പറയുന്ന മറ്റേ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കേട്ടില്ലേ? ഗൈസ് വളരെ സന്തോഷം. ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല, അത് പൂട്ടിന്ന്. ഞങ്ങൾ വണ്ടി വളയ്ക്കാൻ അഭിരാമി കേട്ടോ പോയി ചോദിച്ചത്. ഈ കാണുന്ന ഇതിലാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. ഈ കാണുന്ന ഇങ്ങോട്ട് നമുക്ക് നേരെ പോകണം. ഗൈസ് ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ ചോദിച്ചു നോക്കട്ടെ, എന്താ സാറേ ഇത് ഫോൾസ് ക്ലോസ്ഡ് ആണ് സാറേ? ക്ലോസാ? ഇത് തന്നെ ഇതാ? അല്ല ഇത് ഏതാ? മങ്കി ഫോൾസ് ഏതാ? ഇതാ? അപ്പടിയാ? ഇതാടാ, ഇതാണ് മങ്കി ഫോഴ്സ്. ഒന്നുമില്ലാതായില്ലേ? ഗൈസ് ഗോ ടു ബാക്ക് പൊള്ളാച്ചി. ഗോ ടു കേട്ടില്ലേ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ചൈനീസ് ഭാഷ സംസാരിച്ചപ്പോ. ജപ്പാനാണോ ചൈനയാണെന്ന് ഇനിയിപ്പം ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇട്ട് നോക്കണോ. ബബ്ബ ഇനി അവന്റെ ഭാഷയിലുള്ള തെരുവല്ലോ ആണോ? ഞങ്ങൾ തിരിച്ചു പോകട്ടോ. വെറുതെ ഞങ്ങള് പൈസ കൊടുത്ത് കയറി. ഇത് ക്ലോസ് ആന്ന് പോലും പറഞ്ഞില്ലല്ലോ അഭിരാമി. നീ പ്രത്യേകം അവരോട് പറഞ്ഞല്ലേ? അവിടെ ചെന്നാ പറയാം ക്ലോസ് ആന്ന്. പറ്റിച്ചു. പിന്നെ വേറെ കേസുണ്ട്, ഓൺലൈനിൽ അത് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങള് അങ്ങനെ ഒരു ഹോട്ടൽ എടുത്തു. ഇതാണ് ഹോട്ടൽ, ലോഡ്ജ് ആട്ടോ, ഹോട്ടലല്ല, AJ ലോഡ്ജ് ആൻഡ് AC. അത്യാവശ്യം കുഴപ്പമില്ല. 2500 രൂപയ്ക്ക് ഞങ്ങൾക്ക് റൂം കിട്ടി. ഏതാ ടൗണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. നല്ല കിടിലൻ സെറ്റപ്പാണ്. വൈകുന്നേരം ഒരു 6 മണി ആയതുള്ളൂ. എല്ലാവരും ഡീറ്റെയിൽസ് സംഭവം കൊടുക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. നല്ല റൂം. 2500 ആയതേ ഉള്ളൂ വിത്ത് ടൗണിൻ്റെ ഉള്ളിൽ. ഗൈസ് നോക്കൂ, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇത് ഏതാ സ്ഥലം? ഇത് ഏതാ സ്ഥലം ഇവനെ? ഇത് കോയമ്പത്തൂർ ആണോ? ഗൈസ് നോക്കൂ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇവിടെ AC ഉണ്ട്, എല്ലാം ഉണ്ട്. വൈഫൈ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് സംഭവം കൊടുക്കണം, പൈസ കൊടുക്കണം. നല്ല സെറ്റപ്പ് സ്ഥലമാട്ടോ. ഹായ്, എന്തൊരു സെറ്റപ്പ്. അഭിരാമി എല്ലാം അടച്ചിട്ടോ, കൊതുകൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? 2500 രൂപയ്ക്ക് എങ്ങനെയുണ്ട്? TV ഉണ്ട്, AC ഉണ്ട് ഷാർപ്പിൻ്റെ, പിന്നെ 5 പേർക്ക് കിടക്കാം. അടച്ചോ? കുഴപ്പമില്ല. ഇതിൻ്റെ മേളിൽ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് ബാത്റൂം ചെറുതാണ്. അതിൻ്റെ ഡോറൊക്കെ അടഞ്ഞ ഭാഗ്യം. ഇനി വരും ഇപ്പം. ബാത്റൂം ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വലിയ 5 സ്റ്റാർ സെറ്റപ്പ് ഒന്നും അല്ല, നോർമൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹീറ്ററൊക്കെ ഉള്ള ഒരു റൂം കേട്ടോ. മൈക്കിൾ തന്നെ പറ്റിയേ? ഫൈനലി ഞങ്ങൾ റൂം മാറി കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ തന്ന റൂമിൽ എന്നായിരുന്നു ഇതിലെ പ്രശ്നം? നമ്മുടെ ചെറുക്കനുണ്ടല്ലോ ചുറ്റും ഇട്ട് പറക്കുമായിരുന്നു കൊതുക്. അങ്ങനെയുള്ള ഇവിടെ കുറവൊന്നുമില്ല. പിന്നെ 2500 റൂമിൽ ഇത്രയൊക്കെ ഫെസിലിറ്റി അല്ലേ ഉണ്ടാവുള്ളൂ. അത് ശരിയാട്ടോ. അങ്ങനെ ഞങ്ങൾ റൂം മാറി. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. നേരത്തെ കിടന്നതിന്റെ അത്ര സെറ്റപ്പിലും കുറച്ചും കൂടെ സെറ്റപ്പുകളാണ്. പപ്പയുടെ കാല് ഞാൻ തിരുമ്മി കൊടുത്തേ. അപ്പം ഇവൻ ഭയങ്കര അലമ്പ, അവന്റെ കാല് തിരുമ്മി കൊടുക്കാൻ വേണ്ടി. അയ്യോ, പപ്പയ്ക്ക് കാല് വേണ്ടി ഞാൻ കാല് തിരുമ്മി കൊടുത്തതാ. ദൈവമേ, എത്ര അലമ്പാടാ. ഞാൻ തിരുമ്മി കൊടുക്കുന്ന കണ്ടല്ലോ അപ്പ. മക്കളെ സർക്കസ് ആട്ടോ, സർക്കസ്. കൊച്ചു വാങ്ങുന്ന ഓരോ ദിവസം ഓരോ ഹോട്ടലിലാണ്. ഇത് ഞാൻ ജീവിതത്തിൽ കേൾക്കാത്തൊരു കമ്പനി കേട്ടോ, പവർ. അത് വലിയ കമ്പനിയാണ്. 2500 രൂപയ്ക്ക് ഇത്രയൊക്കെ ധാരാളമാണ് അല്ലേ? നല്ല പവറാ. അപ്പനും കൊച്ചും രാവിലെ തന്നെ കിടക്ക് യോഗ ചെയ്യും കേട്ടോ. യോഗ എന്ന് വെച്ചിട്ടുണ്ട് കള്ള യോഗ അല്ലേ? ഏറ്റാ അപ്പ, മതി മതി മതി.
എല്ലാരും കണ്ടു ഏറ്റു ബുദ്ധിയില്ലെങ്കിൽ എന്താണ് അല്ല ഒരു കുടുംബം മുന്നോട്ട് കൊണ്ട ഒരു കുടുംബനാഥനല്ലേ ഇയാള്. ഒരു കുടുംബനാഥ, ഒരു കുടുംബം എല്ലാ കാര്യങ്ങളും നോക്കണ്ട, വീട്ടിലെ അടുക്കളയിലെ കാര്യം നോക്കണ്ട, ഒരു ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നോക്കണ്ട, ആദ്യം എടുത്തങ്ങ് തിന്നും. ആയിക്കോട്ടെ, എനിക്ക് കൊടുക്കാൻ ഒരു നിയമമില്ല.